കണ്ണിൻ്റെ റെറ്റിന എന്ന് പറഞ്ഞ പ്രതലത്തിലെ സെൻട്രൽ ഭാഗമാണ് മാക്യുല. നമുക്ക് കാഴ്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഭാഗം. അവിടെ വരുന്ന പ്രായമാകുമ്പോൾ വരുന്ന മാറ്റങ്ങളെയാണ് മാക്യുല ഡിജനറേഷൻ എന്ന് പറയുന്നത്. ഈ മാക്യുലർ ഡിജനറേഷൻ ചിലപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് വരാം. അതായത് ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കണ്ണിൻ്റെ ഈ മാക്യുല എന്ന് പറഞ്ഞ ഭാഗത്തെ ഡീജനറേഷൻ വരാം. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് പ്രായമാകുമ്പോൾ വരുന്ന ഡീജനറേഷനാണ്. അതിനെ നമ്മൾ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ എന്ന് പറയും. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഡ്രൈ ടൈപ്പ് ഉണ്ട്, വെറ്റ് ടൈപ്പ് ഉണ്ട്. അതായത് നീർക്കെട്ടുള്ള ടൈപ്പും നീർക്കെട്ടില്ലാത്ത ടൈപ്പും. നീർക്കെട്ടില്ലാത്ത ടൈപ്പിനെയാണ് ഡ്രൈ ടൈപ്പ് എന്ന് പറയുന്നത്. നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ, നീർക്കെട്ട് വരുന്നത് ഞരമ്പിൻ്റെ അടിയിൽ, റെറ്റിനയുടെ അടിയിൽ പുതിയ രക്തക്കുഴലുകൾ വന്നിട്ടാണ്. ആ പുതിയ രക്തക്കുഴലുകൾ വരുന്ന ടൈപ്പ് മാക്യുലർ ഡിജനറേഷനെ നമ്മൾ വെറ്റ് ടൈപ്പ് ഓഫ് മാക്യുലർ ഡിജനറേഷൻ എന്ന് വിളിക്കുന്നു. ഡ്രൈ മാക്യുലർ ഡിജനറേഷൻ നമ്മളുടെ വർഷങ്ങളായിട്ടുള്ള പ്രായം ആധിക്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റെറ്റിനയിൽ ചെറിയ ചെറിയ അനാവശ്യമായ ഡെപ്പോസിറ്റ്സ്, അതായത് നമ്മളുടെ അവിടുത്തെ സെൽസിൻ്റെ ആക്ടിവിറ്റി കാരണം വരുന്ന ഡെപ്പോസിറ്റ്സ് വന്നിട്ട് ആ ഡെപ്പോസിറ്റ്സ് നമ്മുടെ മാക്യുലയെ ഡാമേജ് ചെയ്യുന്നതിനെയാണ് ഡ്രൈ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഏത് മാക്യുലയുടെ അസുഖമാണെങ്കിലും ആ അസുഖത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം വായിക്കാനുള്ള കാഴ്ചക്കുറവാണ്. അതായത് കണ്ണട വെച്ചാലും, കറക്റ്റായിട്ടുള്ള കണ്ണട വെച്ചാലും ചെറിയ അക്ഷരം കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഡ്രൈ മാക്യുലർ ഡിജനറേഷൻ്റെ ഒരു ലക്ഷണമാണ്. അതുകൂടാതെ ചിലപ്പോൾ ചില അക്ഷരങ്ങൾ കാണുന്നില്ല എന്ന് വരാം, അല്ലെങ്കിൽ നല്ലപോലെ കാഴ്ച കുറയാം. ഈ ലക്ഷണങ്ങളാണ് ഡ്രൈ AMDക്ക് സാധാരണയായി കാണുന്നത്. ഈ മാക്യുലർ ഡിജനറേഷനിൽ തന്നെ റെറ്റിനയുടെ അടിയിൽ പുതിയ രക്തക്കുഴലുകൾ വന്ന് റെറ്റിനയിലോട്ട് ബ്ലഡോ അല്ലെങ്കിൽ നീർക്കെട്ടോ വരുന്ന അവസ്ഥയാണ് വെറ്റ് AMD എന്ന് പറയുന്നത്. ഈ വെറ്റ് AMD കുറച്ചും കൂടെ സിംറ്റമാറ്റിക് ആണ്. പേഷ്യൻറ്റിന് കുറച്ചും കൂടെ സിംറ്റംസ് ഉണ്ടാക്കും. ആൻഡ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം പെട്ടെന്ന് നമുക്ക് ചെറിയ അക്ഷരം കാണാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ എവിടോട്ട് നോക്കിയാലും നമ്മളുടെ കാഴ്ചയുടെ സെൻട്രൽ ഭാഗത്ത് കറുത്തിരിക്കുകയോ അല്ലെങ്കിൽ ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ബ്ലേർഡ് ആയിട്ടിരിക്കുകയോ ചെയ്യുന്നതാണ് ഇതിൻ്റെ രോഗലക്ഷണം. ഇത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിന് മനസ്സിലാകും. ചിലപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഒരു കണ്ണിൽ സംഭവിച്ചേക്കുന്നതുകൊണ്ട് മറ്റേ കണ്ണിൽ നല്ല കാഴ്ച ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് വരാം. അങ്ങനെയുള്ളവർ ചിലപ്പോൾ റെറ്റിനയുടെ പരിശോധന ചെയ്യുമ്പോൾ മാത്രമേ ഇതുണ്ടെന്ന് മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെ വെറ്റ് AMDയുടെ വേറൊരു സിംറ്റം ജനൽ കമ്പികൾ വളഞ്ഞിരിക്കുന്നു എന്നുള്ളത്, അല്ലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഓബ്ജക്റ്റ് വളഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു സിംറ്റം ആകാം. അക്ഷരങ്ങൾ കൂടിയിരിക്കുന്നതും അക്ഷരങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നതും ആ നീർക്കെട്ടിൻ്റെ അളവ് അനുസരിച്ച് സംഭവിക്കാം. അപ്പോൾ അതും ഇതിൻ്റെ ഒരു സിംറ്റം ആകാം. വെറ്റ് AMD ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. മെയിനായിട്ടും OCT എന്ന് പറഞ്ഞ സ്കാൻ ചെയ്യും. നീർക്കെട്ട് എത്രത്തോളം ഉണ്ടെന്നും ഇത് വെറ്റ് AMD തന്നെ ആണെന്നും ഉറപ്പ് വരുത്താനാണിത്. ഇത് കൂടാതെ കണ്ണിൻ്റെ ആൻജിയോഗ്രാം ചിലപ്പം വേണ്ടി വരും. ഇനി കണ്ണിൻ്റെ റെറ്റിനൽ ആൻജിയോഗ്രാം, ഈ അസുഖത്തിന് നമ്മൾ 3 ടൈപ്പ് ആൻജിയോഗ്രാം ഉപയോഗിക്കാറുണ്ട്. ഒന്ന് സ്കാൻ ബേസ്ഡ് ആയിട്ടുള്ള ആൻജിയോഗ്രാം, മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യാതെ ഉള്ള ഒരു ആൻജിയോഗ്രാം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് കയ്യിൽ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുള്ള ഫ്ലൂറസിൻ ആൻജിയോഗ്രാം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചിലപ്പം കണ്ണിൻ്റെ റെറ്റിനയുടെ അടിയിലെ കോറോയിഡ് എന്ന് പറഞ്ഞ പ്രതലം കണ്ടുപിടിക്കാനായിട്ട് ICG എന്ന് പറഞ്ഞൊരു ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുള്ള ആൻജിയോഗ്രാം. ഇതിലേതൊക്കെ വേണ്ടി വരും എന്നുള്ളത് നിങ്ങളുടെ റെറ്റിന പരിശോധിച്ചിട്ട് അതിൻ്റെ രോഗലക്ഷണം അനുസരിച്ചായിരിക്കും ഡോക്ടർ പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറ്റ് AMDയുടെ ട്രീറ്റ്മെൻറ്റ് കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രാവിട്രിയൽ ഇഞ്ചെക്ഷൻസ് ഇടുക എന്നുള്ളതാണ്. ഇൻട്രാവിട്രിയൽ ഇഞ്ചെക്ഷൻസ് യൂഷ്വലി VEGF ആണ് അതിൻ്റെ കണ്ടൻറ്റ്. പല രീതിയിലുള്ള ഈ ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ VEGF നമുക്ക് 1 മാസം അല്ലെങ്കിൽ 4 തൊട്ട് 6 ആഴ്ച വരെ ലാസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രോഗികൾക്ക് ആദ്യം ലോഡിംഗ് ഡോസ് കൊടുക്കും. എല്ലാ മാസവും ഇഞ്ചെക്ഷൻസ് കൊടുക്കും 3 മാസത്തേക്ക്. അത് കഴിഞ്ഞ ശേഷം ഡിപ്പെൻഡിങ് ഓൺ ഇത് കുറയുന്നോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കരിഞ്ഞു പോകുന്നോ എന്നനുസരിച്ച് ഒന്നെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ദീർഘ്യം കൂട്ടി എടുക്കും, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇഞ്ചെക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യും. ചിലർക്ക് സ്റ്റോപ്പ് ചെയ്ത ശേഷം ഇത് തിരിച്ചു വരുവാണെങ്കിൽ വീണ്ടും റിപ്പീറ്റായിട്ട് ഇഞ്ചെക്ഷൻസ് വേണ്ടി വരും. എന്തായാലും ഈ അസുഖം കൺട്രോൾ ആക്കാനും നമ്മളുടെ കാഴ്ച റീഗെയിൻ ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് മാർഗം കറക്റ്റായിട്ട് നിങ്ങളുടെ ഡോക്ടർ ഉപദേശിക്കുന്ന അനുസരിച്ച് മന്ത്ലി അല്ലെങ്കിൽ ആവശ്യാനുസരണം ഈ ഇഞ്ചെക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
പ്രായമാകുന്നതാണ് AMD വരാനുള്ള ഏറ്റവും വലിയ കാരണം. അതുകൊണ്ട് തന്നെ ആർക്കാണെങ്കിലും 50 വയസ്സിന് ശേഷം എന്ത് രീതിയിലുള്ള AMDയും വരാം. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ ഡ്രൈ ടൈപ്പും വരാം, വെറ്റ് ടൈപ്പും വരാം. അതിൻ്റെ ചികിത്സാ രീതി, ഡ്രൈ ടൈപ്പിൻ്റെ ചികിത്സാ രീതി എന്ന് വെച്ചാൽ നമ്മളത് കണ്ടുപിടിച്ച ശേഷം അതിൽ നീർക്കെട്ടില്ല എന്നുള്ളത് OCT എന്ന് പറഞ്ഞ സ്കാൻ വെച്ചിട്ട് നീർക്കെട്ടില്ല എന്ന് ഉറപ്പ് വരുത്തും. പിന്നെ നമ്മൾ ആ വന്നിരിക്കുന്ന ഡെപ്പോസിറ്റ്സ് കൂടാതിരിക്കാനുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റ്സ് കഴിക്കാനായിട്ട് ഉപദേശിക്കും. ഇനി ഈ ഡ്രൈ ടൈപ്പ് വന്നവർക്ക് ചിലർക്കത് വെറ്റ് ടൈപ്പ് ആകാം. അപ്പോൾ ആ വെറ്റ് ടൈപ്പ് ആകുന്നുണ്ടോ എന്ന് അറിയാനുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ സെൽഫ് മോണിറ്ററിംഗ് എന്ന് പറയും. ആ സെൽഫ് മോണിറ്ററിംഗ് പറഞ്ഞു കൊടുക്കും. ഓരോ കണ്ണടച്ചു വെച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ അല്ല 2 ആഴ്ചയിൽ ഒരിക്കൽ കണ്ണടയും വെച്ചിട്ട് ചെറിയ അക്ഷരവും നോക്കണം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ലൈൻസ് ഉള്ള ഓബ്ജക്റ്റ്, ഒന്നെങ്കിൽ ജനൽ കമ്പി അല്ലെങ്കിൽ ഒരു ആംസ്ലർ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ഗ്രിഡ് നിങ്ങൾക്ക് തരും. അത് വെച്ച് മോണിറ്റർ ചെയ്ത് എപ്പോഴെങ്കിലും ഇത് വെറ്റാകുന്നു എന്നുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ, അതായത് ജനൽ കമ്പി വളഞ്ഞിരിക്കുകയോ ആ ഗ്രിഡ് കൊടുക്കുന്നിടത്ത് കറുത്തായിട്ട് കാണുകയോ ചെറിയ അക്ഷരം കാണാതിരിക്കുകയോ ചെയ്യുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് കാണിക്കാൻ പറയും. ഡ്രൈ ടൈപ്പ് വരാനായിട്ട് വേറൊരു റിസ്ക് ഫാക്ടർ സ്മോക്കിംഗ് ആണ്, പിന്നെ അമിത വണ്ണമാണ്. ഇത് രണ്ടും നമ്മൾ കുറയ്ക്കാനും ഒഴിവാക്കാനും പറയാറുണ്ട്. നമ്മൾക്ക് ഈ AMD എന്ന് പറഞ്ഞ രോഗം വരുമ്പോൾ 2 കണ്ണിലും ഒരുപോലെ ആയിരിക്കില്ല വരുന്നത്. ഒരു കണ്ണിൽ കൂടുതലായിട്ട് വന്ന് കാഴ്ച ചിലപ്പം ആദ്യം നഷ്ടപ്പെടും. അത് രോഗി എപ്പോഴും പെട്ടെന്ന് മനസ്സിലാക്കിയെന്ന് വരത്തില്ല. അങ്ങനെ ഉള്ളപ്പോഴും ചിലരത് തിമിരമാണെന്ന് വിചാരിക്കും കാഴ്ചക്കുറവ് വരുമ്പോൾ. അങ്ങനെ പല രീതികൾ കൊണ്ട് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തന്നെ വളരെ ലേറ്റാകും. ഈ ലേറ്റ് ആയാലുള്ള പ്രോബ്ലം, ഈ നീർക്കെട്ട് അവിടെ നിന്നിട്ട് അവിടെ ഒരു തഴമ്പുണ്ടാകും. നമുക്കൊരു മുറിവ് വരുമ്പോൾ അവിടെ ഒരു പാട് വരത്തില്ലേ, അതേപോലെ തന്നെ റെറ്റിനയിൽ നീർക്കെട്ട് വരുമ്പോൾ ഒരുപാട് നാൾ നിന്ന് കഴിയുമ്പോൾ അവിടെ ഒരു തഴമ്പുണ്ടാകും. ഈ തഴമ്പ് വളരെയധികം വന്ന ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്കൊരു പരിധിയുണ്ട് കാഴ്ച തിരിച്ചു കിട്ടാൻ. ചിലപ്പം തിരിച്ചു കിട്ടിയില്ല എന്നും വരും. യൂഷ്വലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടെന്ന് തന്നെ പറയും. ബിക്കോസ് അത്രയ്ക്കും നമുക്ക് കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഈ തഴമ്പ് വളരെ ചെറുതാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇഞ്ചക്ഷൻസ്. എപ്പോഴും ഇങ്ങനത്തെ കാഴ്ചക്കുറവ് വരുന്നത് ആദ്യം തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചു കിട്ടുന്ന കാഴ്ച വളരെ ബെറ്റർ ആയിരിക്കും അവസാനം നമ്മൾ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിനെക്കാട്ടിലും. നമ്മളുടെ ഈ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ ഏജാണ്, പ്രായമാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ പറ്റത്തില്ല. എന്നാൽ വേറെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഒന്ന് സ്മോക്കിംഗ് ആണ്, പിന്നെ ഒന്ന് അമിതവണ്ണം അല്ലെ ഒബീസിറ്റിയാണ്. ഇത് രണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന റിസ്ക് ഫാക്ടേഴ്സാണ്. അത് കൺട്രോൾ ചെയ്താൽ AMD വരാതിരിക്കാനും AMD വന്നാൽ തന്നെ അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇതുകൂടാതെ നമ്മൾ കുറച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റ്സ് പ്രായമാകുമ്പോൾ, എസ്പെഷ്യലി 60+ ആകുമ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റ്സ് കഴിക്കുന്നത് റെറ്റിനയുടെ ഹെൽത്തിന് നല്ലതാണ്.